സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് ഏറെ സുപരിചിതരായ ദമ്പതികളാണ് അനാമികയും വിഷ്ണുവും. ജീവമാതാ കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ തൻ്റെ മകൻ വിഷ്ണുവിനെക്കൊണ്ട് അന്തേവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിച്ചത് വലിയ രീതിയിൽ വാർത്തയായ ഒന്നുതന്നെയാണ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അനാമിക പിന്നീട് കുറച്ചു കാലം മുത്തശ്ശിയുടെ സംരക്ഷണയിലായിരുന്നു വളർന്നത്. മുത്തശ്ശിക്ക് അവശതകൾ കൂടിയതോടെ സർക്കാർ ഇടപെട്ട് അനാമികയെ ജീവമാതാ കാരുണ്യ ഭവനിലെത്തിച്ചു. 2024 ഇവരുടെ വിവാഹം. ഇന്നിരുവരും ഒരു വയസ്സുകാരി മകളുടെ മാതാപിതാക്കളാണ്. കുടുംബവിശേഷങ്ങളും മകളുടെ വിശേഷങ്ങളും വ്ളോഗ്സും പോസ്റ്റുകളെല്ലാം വിവിധ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഇരുവരും പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ദമ്പതികൾ പങ്കുവച്ച വ്ളോഗാണ് ചർച്ചയാകുന്നതും വിമർശനം ഏറ്റുവാങ്ങുന്നതും. അനാമികയുടെ അമ്മയ്ക്ക് രണ്ടാമത്തെ വിവാഹത്തിൽ പിറന്ന ഒരു മകളുണ്ട്. പൊന്നുവെന്നാണ് അവളെ അനാമിക വിളിക്കുന്നത്. ഈ ഭൂമിയിൽ അനാമികയ്ക്കുള്ള ഒരേയൊരു കൂടപ്പിറപ്പ് പൊന്നുവാണ്. അമ്മയുടെ മരണശേഷം അനാമികയുടെ രണ്ടാനച്ഛൻ്റെ സംരക്ഷണയിലാണ് പൊന്നു. അടുത്തിടെ മുതലാണ് സഹോദരിയെ കാണാനും സ്നേഹിക്കാനും അനാമികയ്ക്ക് സാധിച്ചു തുടങ്ങിയത്. മകളുടെ 1ാം പിറന്നാൾ പ്രമാണിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോഷൂട്ട് അനാമികയും വിഷ്ണുവും ചേർന്ന് ഒരുക്കിയിരുന്നു. അവിടേക്കുള്ള യാത്രയിൽ പൊന്നുവിനെയും ഇരുവരും ഒപ്പം കൂട്ടി. ആദ്യമായി ചേച്ചിക്കും കുടുംബത്തിനും ഒപ്പം പൊന്നു നടത്തിയ ഔട്ടിംഗ് കൂടിയായിരുന്നു അത്. എന്നാൽ വീഡിയോ വൈറലായപ്പോൾ അനാമികയ്ക്കും വിഷ്ണുവിനും കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് ലഭിച്ചത്. അതിന് കാരണം വ്ളോഗിൽ ഉടനീളം പൊന്നുവിനെ കളിയാക്കാനും ശുണ്ഠി പിടിപ്പിക്കാനുമായി ഇരുവരും പറഞ്ഞ വാക്കുകളായിരുന്നു. പൊന്നുവിനെ കാണാൻ ഭംഗിയില്ല, അവൾ ഞങ്ങളുടെ മകളല്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇരുവരുടെയും സംസാരം. ഓരോ തവണയും വിഷ്ണുവും അനാമികയും ചുമ്മാ രസത്തിനായി പൊന്നുവിനെ കളിയാക്കുമ്പോഴും കുട്ടിയുടെ മുഖം വാടുന്നതും സങ്കടം മറച്ചുപിടിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് പ്രേക്ഷകർ ഇരുവരെയും വിമർശിച്ചത്. ഒറ്റപ്പെടുത്താനാണെങ്കിൽ കൊണ്ടുപോകരുതായിരുന്നുവെന്നും അമ്മയില്ലാത്ത കുഞ്ഞിനെ വിളിച്ചുവരുത്തി അപമാനിച്ചതുപോലെയാണ് തോന്നിയതെന്നുമായിരുന്നു ഏറെ പേരും കുറിച്ചത്. ആ കുഞ്ഞിനെ വിളിച്ചുവരുത്തി അപമാനിച്ചു വിട്ടു, പ്രത്യേകിച്ച് വിഷ്ണു. പാവം പൊന്നു ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വന്നത്. പാവം മോളാണ്, അതിനെ വിഷമിപ്പിച്ചു. താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ കൂടെ കൂട്ടിയത്? തമാശയ്ക്ക് കളിയാക്കുമ്പോൾ ആ അനിയത്തിയുടെ മുഖം കണ്ടിട്ട് പാവം തോന്നുന്നു. ആ കുട്ടി നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ അത്രയും ആഗ്രഹിച്ച് വന്നതുപോലുണ്ട്.